മാന്നാർ പച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാന്താര ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ ഇപ്പം ഭയങ്കര ഒരു ഫുൾ പോസിറ്റീവ് റിപ്പോർട്ടോടുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ സിനിമയ്ക്ക് നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ടാണ് തരാൻ സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും ഒക്കെ ബുക്കിംഗ് ആണെങ്കിലും കിടിലം ബുക്കിങ്ങും നല്ല കളക്ഷനുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഫസ്റ്റ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ 89 കോടിക്ക് മുകളിലുണ്ടായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ദിവസം 6 കോടിയോളം ഉണ്ടായിരുന്നു കളക്ഷൻ. സെക്കൻഡ് ഡേ ആണെങ്കിൽ 5 കോടിയോട് കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം കിടിലം ഒരു ഹോൾഡാണ് നമ്മുടെ കേരളത്തിലെ ഒരു സിനിമ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ആദ്യം ഇറങ്ങിയ ഭാഗം അതിൽ ഭയങ്കരമായിട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിക്ക് തന്നെയാണ് ആദ്യം ഇറങ്ങിയ ഭാഗം വന്നത്. രണ്ടാമത്തെ ഭാഗം അതിലും ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഓൾ ഓവർ ഇന്ത്യയും മൊത്തം ഈ സിനിമ റിലീസായി എല്ലായിടത്തും എല്ലാവർക്കും ഈ ഒരു സിനിമ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഋഷഭ് ഷെട്ടിയുടെ ഒരു മൊത്തത്തിലൊരു വൺ മാൻ ഷോ തന്നെയായിരുന്നു ഈ ഒരു സിനിമയിലെ. പിന്നെ നമ്മുടെ ജയറാമേട്ടനൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അദ്ദേഹത്തിനും കുറേ വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ നിന്ന് വിട്ടുപോയി ചെയ്യുന്നതിൽ ഒരു നല്ലൊരു വേഷമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയതാണ് പറയുന്നത്. അപ്പം എന്തായാലും കിടിലൊരു സിനിമ തന്നെയാണ് നമ്മുടെ കാന്താര എന്ന് പറയുന്ന സിനിമ. ഇനിയിപ്പം ഇത് കുറേയും കൂടെ കളക്ഷൻ ഇപ്പം ഭയങ്കരമായിട്ട് ഇനിയൊരു കാന്താര ഫസ്റ്റിനെ കളക്ഷനേക്കാളും കൂടുതൽ എന്തായാലും ഉറപ്പായിട്ട് പോകുന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടുമില്ല. കാന്താര ഫസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയാൽ സെക്കൻഡിൻ്റെ കളക്ഷനേക്കാളും കൂടുതൽ പോകുമെന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും കിടിലം പടം തന്നെയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വേറെ ലെവലൊരു സംഭവമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു കന്നഡ ഇൻഡസ്ട്രി ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് കന്നഡ ഇൻഡസ്ട്രിക്കാണ് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. അവരുടെ സിനിമകളൊക്കെ ആണെങ്കിലും അത്ര വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം വേറെ റേഞ്ചിലാണ് കന്നഡ ഇൻഡസ്ട്രി നിൽക്കുന്നത്. അപ്പം അതിൽ നമ്മുടെ യാഷ് ആണെങ്കിലും നമ്മുടെ ഋഷഭ് ഷെട്ടി ആണെങ്കിലും ഇവരുടെ ഷെട്ടി കുടുംബത്തിലെ സഹോദരന്മാരെല്ലാവരും കിടലിനായിട്ടാണ് അവർ അവിടെ ആ സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇനി ഒരു ഇൻഡസ്ട്രി ഭയങ്കര വലിയൊരു സംഭവമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ ഓൾറെഡി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയപ്പെടുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ പേരിലായിരിക്കും ചിലപ്പോൾ ഇനി ഇന്ത്യ തന്നെ ഭയങ്കരമായിട്ട് അറിയപ്പെടുന്നത് ഈ സിനിമയുടെയൊക്കെ ഒരു കാര്യത്തിൽ. എന്തായാലും ഇനി വരും ദിവസങ്ങളിലൊക്കെ ഈ സിനിമയ്ക്ക് വലിയൊരു കളക്ഷൻ കിട്ടട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു.